എൻ്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ ആയുസിൻ്റെ ഏടുകളിൽ നിന്ന് ഓരോ ദിവസം താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിക്കാറേയില്ല. ഓരോ ദിവസവും നമ്മൾ ഓരോരോ പുതിയ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മളെ ദിവസങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. നമ്മളെ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ ഒരുപാട് നമ്പറുള്ള കാരണം ഞാൻ എല്ലാം പേരൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വോയിസൊക്കെ അയക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ അവരെന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. എനിക്ക് കുറേ ക്യാഷ് ഉണ്ട്, മക്കളുണ്ട്, ചെടികളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഒട്ടും ഹാപ്പിയല്ല എന്നൊരു വാക്കെന്നോട് പറഞ്ഞു. എനിക്ക് അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ വോയിസ് അയക്കാം എന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഞാനൊന്നും ഒരു വലിയ സംഭവമല്ല, ഒരു സാധാരണ വീട്ടമ്മയാണ്. പക്ഷെ എൻ്റെ അനുഭവങ്ങൾ പഠിപ്പിച്ച കുറേ പാഠങ്ങളുണ്ട് എന്നതിൽ. കഷ്ടപ്പാടിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഞാൻ മറികടന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അത് തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ എൻ്റെ തീരുമാനത്തിലും എൻ്റേതായ സത്യങ്ങളിലും ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ ഭാഗത്ത് സത്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പിടിച്ചു നിൽക്കും. എത്ര എന്നെ ആര് തളർത്തിയാലും ഞാൻ അവിടെ പിടിച്ചു നിൽക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കുറവുണ്ട്, അതുപോലെ മക്കളായാലും നമ്മൾ അത്ര അങ്ങ് കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർ ഒരുപാട് കെയറിങ് ആദ്യം കിട്ടിയിരുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരുടെ ഒരു മാറ്റവും ഇതിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവിടെ ആയിരുന്നു ആ ഒരു പോയിന്റ് കിടന്നത് കേട്ടോ. നമ്മളെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല. ദൈവം നമ്മളെ പടച്ച ഭൂമിയിലേക്ക് വിടുമ്പോൾ നമുക്ക് കുറച്ച് കഴിവുകളും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളത് യൂസ് ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കഴിവ് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നോ അത്രത്തോളമാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാം കിട്ടുക. നല്ല തൻ്റെടവും നല്ല എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരേ അളവിലാണ് ദൈവം തന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ ആരും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരിക്കലും ഒരാളും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷെ എല്ലായിടത്തുനിന്നും എനിക്ക് വീഴ്ചകൾ മാത്രം കിട്ടി. ലാസ്റ്റ് വീണെടുത്ത് ഉരുണ്ട് ഞാൻ പഠിച്ച് ആ ഒരു കുണ്ടിൽ നിന്ന് കയറി വിജയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാട്ടോ. നമ്മളെപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ നമ്മുടെ മനസ്സ് തുറന്ന് ആരോടും പങ്കുവെക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കും എന്ന് വിചാരിച്ച് നമ്മൾ മറ്റുള്ളവരെ ആരെയും സ്നേഹിക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫാമിലിയെ പോലും നമ്മളെ ബൗണ്ടറിയിൽ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ചുറ്റും നമ്മളൊരു വളയം ഉണ്ടാക്കി വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകൾ ആർക്കും തുറന്നു കൊടുക്കാതിരിക്കുക. നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യങ്ങൾ വെച്ച് അവർ നമ്മെ പിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പുറത്ത് പറയാൻ കഴിയാതെ ആവും. പുറത്ത് പറയണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാം തുറന്നു പറഞ്ഞ് സത്യസന്ധമായി ധൈര്യത്തോടെ എന്നെപ്പോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല. നമ്മുടെ ഹാപ്പി നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്, അല്ലേ? മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെപ്പറ്റി ഒരുപാട് ആളുകൾ പലതും പറഞ്ഞേക്കാം. പറഞ്ഞോട്ടെ, അവർ പറഞ്ഞ രീതിയിലാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. എന്നാലെന്താ, നമുക്കെന്താ പ്രോബ്ലം? നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോവാം. നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കൾ നമ്മൾ നിർബന്ധമാണ്. നമുക്ക് അവരെ ഒരു ഇതിലെത്തുവോളം നോക്കൽ നമുക്ക് നിർബന്ധമാണ്. അവരെ നോക്കുക, അവർക്ക് നല്ല ധൈര്യവും നല്ല സമാധാനവും ഒക്കെ കൊടുക്കുക. നമ്മളെ ഹസ്ബൻഡിനെയും നമ്മൾ അതുപോലെ സ്നേഹിക്കുക. അവരെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് സമയത്ത് പ്രൊട്ടക്ഷൻ കുറഞ്ഞു എന്ന് വെച്ചാലും നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്യാതെ മറ്റൊരു ഇടം തേടി നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി പോയി കഴിഞ്ഞാൽ അവരതിൽ കൂടുതൽ നമ്മളെ പറ്റിച്ച് വിടാനേ ചാൻസ് ഉള്ളൂ. അത് ആരായാലും നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. നാട് നീണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇവിടം വിട്ട് പോവേണ്ടവരാണ് എല്ലാവരും.
ആരും ആർക്കും സ്വന്തമല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഹാപ്പി വെറുതെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കാര്യവുമില്ലാതെ ടെൻഷൻ വരുന്നവർക്ക് ഒരു കാര്യവുമില്ലാത്തതാണ് പ്രശ്നം. അവരെന്ത് ചെയ്യുക, നമ്മളെ വീട്ടിലുള്ള പണികളും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പണികളിലും ഒക്കെ മുഴുകി ഓരോ സമയത്തും നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെപ്പോഴും പ്രകൃതിയോടും ജീവജാലങ്ങളോടും ഇണങ്ങി ജീവിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ പ്രകൃതിയിൽ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും സുഖസൗകര്യത്തിൽ ജീവിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കുക, നമ്മളെക്കാളും ഒരുപാട് രോഗങ്ങൾ വന്ന് ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരും ഓരോ ദിവസം തള്ളി നീക്കുന്നുണ്ട്. വലിയ വലിയ അസുഖങ്ങളൊന്നും വരാതെ നമ്മളെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ മക്കളെപ്പോഴും ചേർത്ത് പിടിക്കുക. അവരുടെ മാനസിക നില നിർണ്ണയിക്കുന്നതൊക്കെ അവരുടെ ചെറുപ്പങ്ങളിൽ നമ്മളെങ്ങനെ അവരെ നോക്കി എന്നുള്ളതിലായിരിക്കും. ചെറുപ്പകാലങ്ങളിൽ അമ്മമാരുടെ സ്നേഹം കിട്ടാത്ത മക്കൾക്ക് എന്നും അമ്മമാരോടൊരു വെറുപ്പ് ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. മക്കൾ നമ്മളെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ശ്രദ്ധിച്ചില്ല, ഇതിലൊന്നും നമുക്ക് കഴമ്പില്ല. നമ്മളെ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ മറ്റ് തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നല്ല വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മളെ മക്കളും നമ്മളെ ഹസ്ബൻഡൊക്കെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവൾ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം, ഇവൾക്ക് വ്യക്തമായൊരു തീരുമാനമുണ്ട്. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അവർ പറയാൻ തുടങ്ങും, ഉമ്മയുടെ പോലെ ആവണം എന്ന്. അങ്ങനെയുള്ള ഉമ്മമാരായിട്ട് നമ്മൾ മാറുക. എല്ലാ മനുഷ്യർക്കും സങ്കടങ്ങളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഓരോ ദിവസം, ഇപ്പം ഞാനിത് രാവിലെ എൻ്റെ ചെടികളിൽ നിന്ന് 2 കമ്പൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച്, ഇനി അതിന് വേര് വരുന്ന സമയത്ത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റും. അത് കണ്ടിട്ട് ഞാനിതാ ഇപ്പുറത്ത് നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചെറിയ കാര്യമാണെങ്കിലും എൻ്റെ മനസ്സിന് ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെ. നമ്മൾ ചെറിയ കുഞ്ഞു കാര്യത്തിൽ പോലും ഹാപ്പി കണ്ടെത്താൻ ശ്രമിച്ചാൽ നമ്മൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹാപ്പി ഉണ്ടാവുന്ന ആളുകളെന്ന് നമ്മൾക്ക് തോന്നുന്നൊരു സമയമുണ്ട് വരാൻ. ഇപ്പോൾ തലേന്ന് രാത്രി ഞാൻ ബുക്കിൽ എഴുതി വെക്കും നാളെ എന്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് കേട്ടോ. ഞാൻ ഓരോ ദിവസവും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ രാവിലെ എണീച്ച് വരുമ്പോൾ വ്യക്തമായൊരു ധാരണ ഉണ്ടാവും, ഇന്ന സാധനം കുക്ക് ചെയ്യാം, ഇന്നത് ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ കുക്കിങ്ങിനായിട്ട് വലിയ സംഭവമായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയൊന്നും വീഡിയോ എടുക്കാറില്ല. എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ട്രിക്സും ടിപ്സും ഒക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അതിൽ ഒരു വലിയ സംഭവമായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളല്ല താനും ഞാൻ. ഇന്ന് ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചെറിയ ഉള്ളിയും അതുപോലെ ഒരു വലിയ ഉള്ളിയും 2 തക്കാളിയും ഒക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കളപ്പണി നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ വീട്ടമ്മമാർക്ക് നിർബന്ധമാണ്. നമ്മളെല്ലാവരും മറ്റുള്ള എല്ലാ സാമഗ്രികളും വാങ്ങും. ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ചോപ്പർ ഉണ്ടല്ലോ, നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും നിർബന്ധമാണ്. അതും ആ കയറിട്ട് വലിക്കുന്ന ചോപ്പർ എനിക്കിഷ്ടമല്ല, കാരണം അത്രയും നമുക്ക് ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് കറണ്ടിന് ഉപയോഗിക്കുന്ന ഈ ഒരു ഇലക്ട്രിക് ചോപ്പർ ഭയങ്കര ഈസിയാണ്. നമുക്കിത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ അടിക്ക് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. സവോളയും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ സവോള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മുട്ടക്കറി നല്ല ടേസ്റ്റാട്ടോ അതിലേക്ക്. ഇത് നമുക്ക് ഇങ്ങനെ മുട്ട ചേർക്കാതെ നമുക്ക് ചോറിലേക്കും ഈ ഒരു കറി ടേസ്റ്റാണ്. നമ്മൾ കുഞ്ഞുള്ളിയും അതുപോലെ സവോളയും തക്കാളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന കറി നമുക്ക് ചോറിലേക്കും കഴിക്കാം. ചോറിൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ മുട്ട ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കാൻ. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് സമയം ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ചു വെക്കാം. അതിൻ്റെ ആ ഒരു നീരാവിയിൽ അത് നന്നായി ഒന്ന് ഗ്രേവി ആയി കിട്ടും.
ആ ആവിയിൽ വന്ന വെള്ളമൊക്കെ നമുക്ക് അതിലേക്ക് തന്നെ ഊറ്റി കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഗ്രേവി ആയിട്ടുണ്ടാവും. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് ഒന്ന് ആവിക്ക് വേവിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മഞ്ഞച്ചൊവ നമുക്ക് മാറി കിട്ടൂല. ഇനി വലിയ ജീരകവും തേങ്ങയും ചീരുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങ നമ്മൾ അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തിളക്കാതെ ഒന്ന് ചെറുതായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കോഴിമുട്ട ഇളക്കാതെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എത്ര മുട്ടയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഓരോരോ ഭാഗത്തായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സൈഡ് ഭാഗത്തിലൂടെയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്നും കൂടെ ഇതുപോലെ അടച്ചു വെച്ച് ആ ഒരു മുട്ട നന്നായി കുക്കാവുന്നത് വരെ. ഇപ്പം നമ്മുടെ മുട്ട നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചട്ടിയിൻ്റെ അടിയിൽ മസാല അടുക്കി പിടിച്ചിട്ടുണ്ടാവും, അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. നമ്മുടെ ടേസ്റ്റിയായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മുട്ടക്കറിയിലേക്ക് ദോശയാണ് ചുട്ടെടുക്കുന്നത്. നല്ല തേങ്ങ ചേർത്തിട്ട് ദോശ ചുടണം, അപ്പോഴാണ് ഈ ഒരു മുട്ടക്കറി ഇതും കൂടെ നല്ല ടേസ്റ്റി ആവുള്ളൂ. അതും വളരെ കട്ടി കുറഞ്ഞ രീതിയിൽ നമ്മൾ ദോശ ചുട്ടെടുക്കണം. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒഴിച്ചുകൊണ്ടിരിക്കണം. ചില സമയത്ത് ഞാൻ 2 അടുപ്പിലായിട്ട് ചുട്ടെടുക്കും. ഇന്ന് വലിയ തിരക്കില്ലാത്തൊരു ദിവസമാണ്. അത് മാത്രമല്ല, നോമ്പ് പ്രമാണിച്ച് ഇന്ന് കബോർഡുകളൊക്കെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ ഇന്ന് കഴുകാൻ വേണ്ടി ഇടുന്നുണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ കുറച്ച് ജാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് ലിക്വിഡൊക്കെ ഒഴിച്ച് ഗ്ലാസ് അതിൽ മുക്കി വെക്കാൻ പോവാണ്. മറ്റൊരു വലിയ വട്ടപാത്രത്തിൽ നമ്മൾ മിക്സി അതിൻ്റെ ജാറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറേ ഉപയോഗിച്ച് പഴകിയ പാത്രങ്ങളും അതുപോലെ ഉപയോഗിക്കാതെ വെച്ച ഗ്ലാസും അതുപോലെ കുപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇന്ന് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മറ്റുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അവയൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് കബോർഡിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഗ്ലാസ് അവിടെ ശീല വിരിച്ച് അതിലേക്ക് കഴുകി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് പ്രമാണിച്ച് എല്ലാവർക്കും കൂടുതൽ ജോലികളുണ്ടാവും. ക്ലീനാക്കി എല്ലാം വെക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതലൊന്നും ക്ലീൻ ചെയ്യാൻ ഉണ്ടാവാറില്ല. ഞാൻ ഡെയിലി എല്ലാ ഭാഗത്തും എൻ്റെ കൈകളെത്തും. എന്നാലും നോമ്പ് പ്രമാണിച്ചൊരു ക്ലീനിങ് ഒരു കൊതിയാണ്. ഒരു കഴുകി വൃത്തിയാക്കി നന്നാക്കിയൊക്കെ വെക്കുന്ന ഒരു ഇഷ്ടമാണല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇതുപോലെ ഫ്രിഡ്ജും നന്നായി ക്ലീൻ ആക്കും. ഫ്രിഡ്ജിലേക്ക് നമ്മൾ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരലും ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് ഏകദേശമൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ്. വീടിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഫ്രിഡ്ജും. നമ്മൾ ഡെയിലി അത് എത്രയോ പ്രാവശ്യം തുറന്നടക്കുന്നതാണ്. നമ്മൾ ഡെയിലി അതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാൻ കഴിയുന്നവർ ഡെയിലി വൃത്തിയാക്കും. എനിക്ക് ഡെയിലി പറ്റാറില്ല. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ക്ലീൻ ചെയ്യും. ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗ്ലാസ് കഴുകാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല രീതിയിൽ ഗ്ലാസ്സുകൾ വൃത്തിയായിട്ടുണ്ട്. എന്നാലും ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്ലാസ് ക്ലീനിങ് ഒക്കെ ഏകദേശമൊക്കെ ആയി. കുറച്ച് സമയമായപ്പോൾ ഫുള്ളായിട്ട് തീർന്നു. ഇനി നമ്മൾ ഈ കഴുകുന്ന വെള്ളമൊക്കെ നമ്മൾ ചെടികൾക്ക് കൊണ്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട് സോപ്പ് ചേർന്ന വെള്ളം നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ഫ്രഷ് ആക്കിയിട്ട് കഴുകുന്ന വെള്ളം, അതും അഗ്ലോണിമ ചെടികൾക്കൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. നമ്മൾ ബൊഗൻവില്ല ചെടികൾക്കൊക്കെയാണ് ഒഴിച്ചത്.
അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ചായ കുടീൻ്റെ തിരക്കിലെത്തി. എല്ലാവരും ചായ കുടിക്കാൻ വന്നിരുന്നു. ഉമ്മ എത്താത്ത പരാതിയായിരുന്നു. അങ്ങനെ ദോശയും നമ്മളെ മുട്ടക്കറിയൊക്കെ കൂട്ടി എല്ലാവരും ചായ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിളമ്പി കൊടുത്തു. എന്തായാലും ഇനി ചായ കുടിച്ചിട്ട് പിന്നെ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.